എൻ്റെ കയ്യിൽ പലതരത്തിലുള്ള തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, വേഗം തന്നെ പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒലിവ് ഓയിലിൽ 2 വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് ഈ കാണുന്ന തക്കാളി നമ്മളതിനകത്തേക്ക് ഇടും. അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ആ സമയം നമ്മൾ പാസ്തയ്ക്ക് വെള്ളം വെക്കാം. പാസ്ത വെള്ളത്തിൽ ഞാൻ കല്ലുപ്പാണ് ഇടാറുള്ളത്. എപ്പോഴൊക്കെ പാസ്ത ഉണ്ടാക്കണത് അപ്പോഴൊക്കെ പാസ്ത 20 ഗ്രാം 10 ഗ്രാം എന്നൊക്കെ പറഞ്ഞ് ബാലൻസ് വരും. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ പാസ്തയും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെള്ളം തിളച്ച് വന്നപ്പോൾ പാസ്ത ഫുള്ളും ഞാൻ അങ്ങോട്ട് ഇട്ടു. പിന്നെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. പാസ്ത വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളി സോസിലേക്ക്, തക്കാളി സോസ് എന്ന് വെച്ചാൽ ഈ കാണുന്ന സംഭവം, അതിനകത്തേക്ക് പാസ്ത ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. പിന്നെ നിങ്ങൾക്ക് ചീസ് ഇടാം. എൻ്റെ കയ്യിൽ മൊസറല്ല ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ ഇട്ടത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇടാം. ഇവിടെയാണ് ഒരു വ്യത്യാസമുള്ളത് ചോറും പാസ്തയും തമ്മിൽ. ചോറ് വെക്കുമ്പോൾ നമുക്ക് ടൈം ഒത്തിരി ആവും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ലാഭിക്കാം. അങ്ങനെ ഞാൻ പാസ്ത കഴിച്ചു. നല്ല ചൂടായിരുന്നു, എൻ്റെ വാ പൊള്ളിപ്പോയി. അപ്പോൾ പിന്നെ ശരി, ഞാനങ്ങനെ അടുത്ത ഉടായി പാസ്തയും കൊണ്ട് വരാം കേട്ടോ. ബായ്.